ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരുപാട് കുട്ടിക്കാല ഓർമ്മകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നുറുക്ക് ഗോതമ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി ഞാൻ ഇവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇതേ പരുവാവും. അതിലേക്ക് നമുക്കൊരു 2-3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈസി ആയിട്ട് തന്നെ, വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നമുക്കൊരു റെസിപ്പിയാണ് ഒന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെജിറ്റബിൾസായ സവോള, ഇഞ്ചി, വറ്റൽമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വരുമ്പോഴത്തേനും നമ്മുടെ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു നുറുക്ക് ഗോതമ്പ് ഇതേപോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കൊന്നിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. ഇത് കറക്റ്റായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഉണ്ട പോലെ ആവും കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റാനും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ നുറുക്ക് ഗോതമ്പ് വേവാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നേരെ മറിച്ച് നമ്മളിതിങ്ങനെ മറ്റു ചില വെറും കഴുകിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കുമ്പോൾ ഒരുപാട് ടൈം പിടിക്കും നമുക്ക് ഇത് വെന്ത് കിട്ടാൻ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന ടൈമിലായാലും ഒരു ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിൽ ഉഴുന്നുണ്ടെങ്കിൽ അതൊരു നുള്ള് ഈ ഒരു അളവിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊടിഞ്ഞു വരും. അതായത് നമുക്കൊന്ന് പൊട്ടിത്തെറിക്കട്ടോ, അതുപോലെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസായ സവോള, ഇഞ്ചി, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക്. അതിലേക്ക് ആവശ്യമനുസരണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓപ്ഷണലാണ്, മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം, ഒരു കളർ വ്യത്യാസത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് വേവാനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വേവിക്കണം. നന്നായിട്ട് നമുക്ക് ഉപ്പൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് അടച്ച് വേവിക്കാം. ഒന്ന് അടച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മാവ് തയ്യാറാവുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ഒരു ഉപ്മാവ് എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടത്തെ കാലത്തിലത്തെ ഒരു ഓർമ്മയാണ് അല്ലേ. പണ്ട് സ്കൂളിൽ നിന്നായാലും നഴ്സറിയിൽ നിന്നൊക്കെ ഓടി വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഒരു ഐറ്റമാണ് ഈ സംഭവം. ഇന്ന് കുട്ടികൾക്ക് അങ്ങനത്തെ ഫുഡൊന്നും നമുക്ക് ഹെൽത്തി ഫുഡിനായി നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്കൊരു ഉപ്മാവ് തയ്യാറാക്കി കൊടുക്കാം. നല്ല ഹെൽത്തി ഫുഡായിട്ടും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്മാവ് ഇവിടെ പാകമായിട്ട് വന്നിരിക്കുന്നു. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇങ്ങനെ വെള്ളത്തിലിട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ബൈ, ലവ് യു ഓൾ.